മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പൊ മകളെ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാടാ? അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാം നമുക്ക് മനസ്സിലാവും, പക്ഷേ അതേസമയം ഒരുപാട് കൺഫ്യൂഷൻസും ഈ ഒരു ചാപ്റ്ററിൽ വരും. നമുക്ക് ഒരുപാട് ക്വാഡ്രിലാറ്ററൽസിന്റെ പ്രോപ്പർട്ടികൾ ഇതിൽ പഠിക്കാനുണ്ട്, ശരിയല്ലേടാ? ഒരുപാട് ക്വാഡ്രിലാറ്ററൽസും അതിനൊക്കെ ഒരുപാട് പ്രോപ്പർട്ടികളും നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് ഈ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നതിനെ ഒരു ഫാമിലി ആക്കി ഒരൊറ്റ ചിത്രത്തിലൂടെ, ഒരൊറ്റ പിക്ചറിലൂടെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യാ? ബുക്കും പെന്നും ഒക്കെ റെഡി ആക്കി വെച്ചോ. മിസ് ഇനി പറയാൻ പോകുന്ന ചിത്രം നിങ്ങൾ എന്ത് ചെയ്യാ? കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഇത് നിങ്ങൾ എന്തായാലും സഹായിക്കാൻ പോകുന്നതാണ്. റെഡി? അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് നോക്കിയാലോ. റൈറ്റ്, ഇതാണ് ക്വാഡ്രിലാറ്ററലിന്റെ ഫാമിലി എന്ന് പറയുന്നത്. ആദ്യം തന്നെ മിസ് ഇത് ഫാമിലിയിലെ മെമ്പേഴ്സിനെ മക്കൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫാമിലിയിൽ ആരൊക്കെയുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഒന്നാമത്തെ ആള് ഏറ്റവും വീട്ടിലെ ഗ്രാൻഡ് ഫാദർ ആണ് ക്വാഡ്രിലാറ്ററൽ. ഗ്രാൻഡ് ഫാദർ, ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാണ്, ഗ്രാൻഡ് ഫാദർ ആണ് ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററൽ ആണ് ആ വീടിന്റെ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്? ഈ ഗ്രാൻഡ് ഫാദറിന് എന്തുണ്ട്? 4 സൈഡുകളുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ആ തറവാട്ടിൽ, ആ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 സൈഡുകളുള്ള ഫിഗേഴ്സ് ആണ് ആ ഫാമിലിയിൽ മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പോ അച്ചാച്ചനോ അമ്മച്ചനോ ആരോ ആയിക്കോട്ടെ, അതാണ് നമ്മളുടെ ഏറ്റവും മുതിർന്ന ആള്. ഇനി ഈ ഹെഡ് ഓഫ് ദ ഫാമിലിക്ക് 2 മക്കളാണുള്ളത്. ഈ ഗ്രാൻഡ് ഫാദറിന് 2 മക്കളുണ്ട്. ഇതാ, ഒരു ട്രപ്പീസിയോയിഡും ഒരു പാരലോഗ്രാം. 2 മക്കളാണ്. ഒരാൾ ആരാണ്? ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പീസോയിഡ്. രണ്ടാമത്തെ ആൾ ആരാണ്? പാരലോഗ്രാം. 2 മക്കളാണ്, ഒരു ട്രപ്പീസിയും ഒരു പാരലോഗ്രാം. ഇവിടെ ട്രപ്പീസിയം എന്ന് പറയുന്നത് ഗേൾ ആണ് കേട്ടോ, ഗേൾ ആണ്, ഒരു വുമൺ ആണ്, ഒരു ആന്റി. നമ്മളുടെ ആന്റിയാണ് ട്രപ്പീസിയം, നമ്മളുടെ അങ്കിളാണ് പാരലോഗ്രാം. നമ്മൾ ആരാന്നുള്ളതിന് ഇവിടെ പ്രസക്തി ഇല്ല കേട്ടോ. നമ്മളുടെ ആംഗിളും ആന്റിയും ആണ്. ഇത് ആന്റി, ട്രപ്പീസിയം എന്ന് പറയുന്നത് ആന്റിയാണ്. ഇത് നമ്മളുടെ ആന്റി, ഇത് നമ്മളുടെ അങ്കിൾ. ഓക്കെ, എന്തിനാ ആന്റി ആക്കിയെന്നറിയോ ട്രപ്പീസിയത്തിന്? ട്രപ്പീസിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ് പാരലായാൽ മതി. ആന്റിക്ക് വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായാൽ മതി. ഇവിടെ കണ്ടോ, ഈ 2 പെയറാണ് ഇവിടെ, ഈ പെയറാണ് ഇവിടെ എന്ത് പാരലൽ ആയിട്ടുള്ളത്. അത്രയും ട്രപ്പീസിയത്തിന് കണ്ടീഷൻ ഉള്ളൂ. നമ്മുടെ ട്രപ്പീസിയം ആന്റിക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവണം. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ആളൊന്ന് മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രപ്പീസിയം. മേക്കപ്പ് ചെയ്ത് നല്ല ആന്റിയാണല്ലേ, ആന്റിക്ക് ഭയങ്കര മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല ഒരുങ്ങി വന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രപ്പീസിയം. അതെന്തുകൊണ്ടായിരിക്കും? ഈ ട്രപ്പീസിയത്തിന് ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായാൽ മതി. പക്ഷെ ഐസോസിലസ് ഒന്ന് ഒരുങ്ങിയാൽ എന്താ? ഇവിടെയുള്ള നോൺ പാരലൽ സൈഡ്സ് ഇല്ലേ, അത് ഈക്വൽ ആവും. നോൺ പാരലൽ സൈഡ്സ് ഉണ്ടാവുമല്ലോ, ഇത് 2 പാരലൽ, അപ്പൊ ഇത് 2 എന്താണ്? പാരലൽ അല്ലല്ലോ. ഈ 2 സൈഡും ഈക്വൽ ആയാൽ, ഒരുങ്ങാന്ന് പറഞ്ഞാൽ വെറുതെ വൃത്തിയിലെല്ലാം വരച്ചു വെക്കുമല്ലേ നമ്മള്, ലിപ്സ്റ്റിക് ഒക്കെ വരയ്ക്കും, കണ്ണെഴുതും, മുടി വൃത്തിയിൽ കിട്ടും. അങ്ങനെ 2 സൈഡും ഈക്വൽ ആക്കിയാൽ അവരെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ ട്രപ്പീസോയിഡ്. ഓക്കെ, അപ്പോൾ 4 സൈഡുള്ള ഒരു ഫിഗർ ആണ്. 2 സൈഡ് പാരലൽ ആയാൽ വിളിക്കുന്ന പേര് ട്രപ്പീസിയം. പാരലൽ അല്ലാത്ത സൈഡ് ഈക്വൽ ആയാൽ വിളിക്കുന്ന പേര് ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ, അപ്പൊ മോളെ കാര്യം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ക്വാഡ്രിലാറ്ററലിന് എത്ര മക്കളാണ്? 2 മക്കൾ, ഒരു ആന്റി ഉണ്ട്, ഒരു അങ്കിളും ഉണ്ട്. ആന്റി ട്രപ്പീസിയം, ഒരുങ്ങിയാൽ ഐസോസിലസ് ട്രപ്പീസിയം. അങ്കിളുടെ പേരാണ് പാരലോഗ്രാം. അങ്കിളുടെ പേരാണ് പാരലോഗ്രാം. ഇനി പാരലോഗ്രാം അങ്കിളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് നോക്കാം അല്ലെ. പാരലോഗ്രാം അങ്കിളുടെ പ്രത്യേകത എന്തൊക്കെയാ നോക്കാം. പാരലോഗ്രാം അങ്കിളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ സൈഡും പാരലൽ ആണ്. പിന്നെയോ ഈ സൈഡും പാരലൽ ആണ്. ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആയിരിക്കും. കഴിഞ്ഞോ? അത് മാത്രമല്ല, ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ഉള്ള
ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളുടെ പാരലോഗ്രാം അങ്കിളിന്റെ ഒന്നാമത്തെ പ്രത്യേകത. പിന്നെന്താ രണ്ട് ഡയഗണൽസ് ഉണ്ടല്ലേടാ, ഇവിടെ രണ്ട് ഡയഗണൽസ് ഉണ്ട്. കറക്റ്റ്. ഈ രണ്ട് ഡയഗണൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ബൈസെക്ട് ഈച്ച് അതർ. എങ്ങനെ പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും തുല്യമാണ്, ഈക്വൽ ആണ്. അതേപോലെ ഈ സെന്ററിൽ ഇങ്ങോട്ടുള്ള നീളവും സെന്ററിൽ ഇങ്ങോട്ടുള്ള നീളവും തുല്യമാണ്. അവര് ബൈസെക്ടേഴ്സ് ആണ്. രണ്ട് ഡയഗണൽസും ബൈസെക്ട് ചെയ്യുന്നു, കൂട്ടിമുട്ടുമ്പോൾ ഈക്വലായി മുറിക്കുന്നു. ഓക്കെ, അതാണ് നമ്മളുടെ പാരലോഗ്രാം അങ്കിളിന്റെ പ്രത്യേകത. ഓക്കെ, അങ്ങനെ പാരലോഗ്രാം അങ്കിള് ആദ്യം കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ വൈഫ് മരിച്ചുപോയി. അപ്പൊ ആദ്യം കല്യാണം കഴിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ബേബിയാണ് നമ്മളുടെ റെക്ടാങ്കിൾ. പാരലോഗ്രാം അങ്കിളിന്റെ ഫസ്റ്റ് സൺ ആണ് നമ്മളുടെ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ആള്. ഓക്കെ, അപ്പൊ ഈ റെക്ടാങ്കിളിനെ കണ്ടോ, പാരലോഗ്രാം എങ്ങനെയായിരിക്കുന്നേ, ഒരു ചരിവൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ റെക്ടാങ്കിൾ എന്ത് ചെയ്തു, ആ ചരിവൊന്ന് നൂർത്തി. റെക്ടാങ്കിളിൽ ചരിഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല, അപ്പൊ അച്ഛനെ പോലെയല്ല മകനൊന്ന് നൂർന്നിരിക്കും. അപ്പൊ പാരലോഗ്രാമിന്റെ മകനാണ് ആര്, റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ആണ്, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളാണ് റെക്ടാങ്കിൾ. കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾസ് വരിക. കണ്ടോ, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ല, എല്ലാ ആംഗിൾസും റെക്ടാങ്കിളിന് ഈക്വൽ ആണ്. എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അച്ഛനെ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആണ്. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്, പാരലലും ആണ്. ഇവിടെ ഉണ്ടോ, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലും ആണ്. അച്ഛനെ പോലെ തന്നെ. പക്ഷെ അച്ഛനെ പോലെയല്ല, ചരിവുണ്ടാവില്ല, നൂർന്നു നിൽക്കുന്ന ആളാണ് ആര്, റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. പാരലോഗ്രാമിനെ പോലെയല്ല, നേരെയാണ് നിൽക്കുക. പിന്നെയോ ഡയഗണൽസ് അല്ലേ. ഡയഗണൽസിന്റെ പ്രത്യേകത എന്താ, അച്ഛന് രണ്ട് ഡയഗണൽസ് ഉണ്ട് അല്ലേ. അച്ഛന്റെ ഡയഗണൽസ് ഇതാ ഇങ്ങനെയാ ഇരിക്കുന്നത്, ഇങ്ങനെയും ഇങ്ങനെയും ചരിഞ്ഞിട്ടല്ലേ, രണ്ട് വേറെ വേറെ നീളങ്ങളാ. റെക്ടാങ്കിളിൽ അങ്ങനെയല്ല, എല്ലാം കൃത്യമായിരിക്കണം. റെക്ടാങ്കിൾ ഭയങ്കര കണിശക്കാരനാ, അച്ഛനെ പോലെയല്ല. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിരിക്കണം, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, എല്ലാ ആംഗിൾസ് 90 ആയിരിക്കണം, ഡയഗണൽസിന്റെ നീളവും സെയിം ആയിരിക്കണം. ഡയഗണൽസിന്റെ നീളവും സെയിം ആയിരിക്കണം. അതിലൊന്നും എന്തില്ല, റെക്ടാങ്കിളിന് ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. എന്റെ രണ്ട് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യണം, എന്റെ രണ്ട് ഡയഗണൽസ് ഈക്വൽ ആയിരിക്കണം. ഭയങ്കര കണിശക്കാരനാണ് നമ്മളുടെ റെക്ടാങ്കിൾ. ഓക്കെ, ഒന്നാമത്തെ മോൻ അങ്ങനെ പോയി. അങ്ങനെ നമ്മുടെ പാരലോഗ്രാം രണ്ടാമത് കല്യാണം കഴിച്ചു. പാരലോഗ്രാം ആണേ. പാരലോഗ്രാം കല്യാണം കഴിച്ചത് ആരെയാണ്, കൈറ്റിനെയാണ്. ഓക്കെ, പാരലോഗ്രാം ആരെയാണ് കല്യാണം കഴിച്ചത്, കൈറ്റിനെ കല്യാണം കഴിച്ചു. അപ്പൊ കൈറ്റിന് എങ്ങനത്തെ ആളാ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇതാണ് നമ്മളുടെ കൈറ്റ്. ഓക്കെ, അങ്കിളുടെ വൈഫ് അല്ലേ, ആന്റി, കൈറ്റ് ആന്റി. കൈറ്റ് ആന്റിക്ക് എന്താ പ്രത്യേകത, കൈറ്റ് ആന്റിക്ക് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത സൈഡുകൾ ഈക്വൽ ആയിരിക്കും, തൊട്ടടുത്ത സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. കൈറ്റിന്റെ പ്രത്യേകത എന്താ, അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് അഡ്ജസൻസും ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അതായത് ഒപ്റ്റ്യൂസ് ആംഗിൾസ്. ഈ കൈറ്റിന് രണ്ട് ഒപ്റ്റ്യൂസ് ആംഗിൾസ് വരും, അവര് ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കറക്റ്റ്. പിന്നെ എന്താ വരുന്നത്, രണ്ട് ഡയഗണൽസ് ആണ്. കണ്ടോ, രണ്ട് ഡയഗണൽസ് ഉണ്ട്. ഒരു ഡയഗണൽ നീളം കൂടിയതും ഒരു ഡയഗണൽ നീളം കുറഞ്ഞതുമാണ് അല്ലേ. ഇങ്ങനെ നീളം കൂടിയ ഡയഗണൽ കുറഞ്ഞ ഡയഗണലിനെ ബൈസെക്ട് ചെയ്യും. അതായത് ഒന്നിനെ ബൈസെക്ട് ചെയ്യും, ചെറിയ ഡയഗണലിനെ രണ്ട് ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിക്കും. അത് നിങ്ങൾ ചിത്രം വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കൈറ്റ് വരച്ചു നോക്കുക. കൈറ്റ് വരച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വലിയ ഡയഗണലും ചെറിയ ഡയഗണലിനെ വലിയ ഡയഗണൽ രണ്ട് ഈക്വൽ കഷ്ണങ്ങളാക്കി മുറിക്കും. അതായത് ഈ ഒരു ലെങ്ത്തും സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബൈസെക്ട് ചെയ്യുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം 90 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് 90 ഡിഗ്രിയിലാണ് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും പ്രത്യേകതയാണ് ആർക്കുള്ളത്, കൈറ്റിനുള്ളത്. എന്തൊക്കെയാ പറഞ്ഞത്, അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ്
ഒപ്റ്റ്യൂസ് ആയിട്ടുള്ള ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് ഇങ്ങനെയാ മീറ്റ് ചെയ്യുക, പെർപെൻഡിക്കുലർലി മീറ്റ് ചെയ്യും. വലിയ ഡയഗണൽ ചെറിയ ഡയഗണലിനെ ഈക്വൽ ആക്കി കട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ കൈറ്റും പാരലോഗ്രാമും അല്ലേ, അവരുടെ മോനാണ് നമ്മളുടെ റോംബസ്. അവരുടെ മോനാണ് നമ്മളുടെ റോംബസ്. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞ മിസ്? ഇവിടെ റോംബസ് എന്ന് പറയുന്ന ആൾക്ക് പാരലോഗ്രാമിന്റെയും കൈറ്റിന്റെയും എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ട്. പാരലോഗ്രാമിന്റെ എല്ലാ കഴിവുകളും ആർക്കുണ്ട്? റോംബസിനുണ്ട്, കാരണം അച്ഛനാണ് പാരലോഗ്രാം. കൈറ്റിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ആർക്കുണ്ട്? റോംബസിനുണ്ട്, കാരണം കൈറ്റ് അമ്മയാണ്. റെഡി? അച്ഛന്റെയും അമ്മയുടെയും എല്ലാ കഴിവുകളും കിട്ടിയ മകനാണ് ആര്? റോംബസ് എന്ന് പറയുന്ന മകൻ. ഓക്കെ, റെക്ടാങ്കിളിന് ആരെ കഴിവ് മാത്രമേ ഉള്ളൂ? അച്ഛന്റെ മാത്രമേ ഉള്ളൂ, അവിടെ അമ്മയില്ല. ഇവിടെ കൈറ്റ് എന്ന് പറയുന്ന റോംബസിന്റെ അമ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെ കഴിവുകളാ കിട്ടിയെന്ന്. റോംബസിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. പാരലോഗ്രാം പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. പാരലൽ ആൻഡ് ഈക്വൽ, ശരിയാണ്, പാരലൽ ആൻഡ് ഈക്വൽ ആണ്. അതേപോലെ നമ്മളുടെ കൈറ്റിന് എന്താ പറഞ്ഞ? അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആണ്. അഡ്ജസന്റ് സൈഡുകളും ഈക്വൽ ആണ്. അതിനർത്ഥം റോംബസിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. റോംബസിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അച്ഛന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്, അമ്മന്റെ അഡ്ജസന്റ് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ മകന്റെയോ? എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അങ്ങനെയാണ് റോംബസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ റോംബസിന് എന്തുണ്ട്? 2 ഡയഗണൽസ് ഉണ്ട്. ഇതാ അച്ഛനെ പോലെ തന്നെ 2 ഡയഗണൽസ് കാണാൻ ഒരുപോലെയാണ്. പക്ഷേ അവിടെ അമ്മയുടെ കഴിവാ കിട്ടിയേ. എല്ലാ ആംഗിൾസും 2 ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. 2 ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അതായത് അച്ഛന്റെ എല്ലാ കഴിവുകളും മകനുണ്ട്, അമ്മയുടെ എല്ലാ കഴിവുകളും മകനുണ്ട്. കൈറ്റിന്റെയും പാരലോഗ്രാമിന്റെയും എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഒരു ക്വാഡ്രിലാറ്ററലാണ് ആര്? റോംബസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് ഓപ്പോസിറ്റ് ആംഗിൾസോ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അത് അച്ഛന്റെ കഴിവാണ്. ഓക്കെ, അമ്മയുടെ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് മാത്രമേ ഇവിടെ എന്തുള്ളൂ? ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. റെഡി? അങ്ങനെ നമ്മൾ റോംബസ് പറഞ്ഞു, റെക്ടാംഗിൾ പറഞ്ഞു, പാരലോഗ്രാം, കൈറ്റ് ഇവരെയൊക്കെ പറഞ്ഞു. ഇനി സ്ക്വയർ ആരാന്നല്ലേ? റെക്ടാംഗിളും റോംബസും. കണ്ടോ, ആറാണ് ഒരു ഫാമിലി. ഏട്ടനും അനിയനാ റെക്ടാംഗിൾ, റോംബസ്. അങ്ങനെ തന്നെയാണ് അച്ഛൻ പേര് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവരൊരു സ്കൂളിൽ പോയപ്പോൾ അവർക്ക് കിട്ടിയ ഒരു കോമൺ ഫ്രണ്ടാണ് സ്ക്വയർ എന്ന് പറയുന്നത്. റെക്ടാംഗിളിന്റെയും റോംബസിന്റെയും ഫ്രണ്ടാണ് ആര്? സ്ക്വയർ. എന്തുകൊണ്ട്? എങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുക? നമ്മളുടെ ഏകദേശം നമ്മളുടെ എല്ലാവിധ കുരുത്തക്കേടുകളുള്ള ആൾക്കാരില്ലേ നമ്മൾ ഫ്രണ്ട്സ് ആക്കി എടുക്കുക അല്ലേ? നമ്മൾ അതേ വേവ് ലെങ്ത് എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരല്ലേ നമ്മൾ ഫ്രണ്ട്സ് ആക്കുക. അതേപോലെ റെക്ടാംഗിളിന്റെ കഴിവുകളൊക്കെ ഉണ്ട്, റോംബസിന്റെയും കഴിവുകളൊക്കെ ഉണ്ട്. അതാണ് സ്ക്വയർ. റെക്ടാംഗിളിന്റെ പ്രോപ്പർട്ടീസും റോംബസിന്റെ പ്രോപ്പർട്ടീസും കൂടെ വരുന്ന ഒരാളാണ് നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ. യെസ്, പാരലൽ ആൻഡ് ഈക്വൽ. റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ. യെസ്, സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ. ഡയഗണൽസ് ഈക്വൽ. ഡയഗണൽസ് ഈക്വൽ. ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി. പെർപെൻഡിക്കുലർലി മീറ്റ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർലി മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയൊക്കെ തന്നെയേ പ്രോപ്പർട്ടീസ് ഉള്ളൂ. അപ്പൊ ഈ ഒരു പിക്ചർ മക്കൾ ഇങ്ങനെ തന്നെ നോട്ടിലേക്ക് വരച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? ഈ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ചാപ്റ്റർ ഈ ഒരൊറ്റ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് പഠിച്ചുണ്ടാക്കാം. ഇനി നിങ്ങളെ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, റെക്ടാംഗിൾസ്, എല്ലാ റെക്ടാംഗിൾസും പാരലോഗ്രാം ആണോ എന്ന് ചോദിക്കും. എല്ലാ റെക്ടാംഗിൾസും പാരലോഗ്രാം ആണ്. മുകളിലേക്ക് ശരിയാണ്, മുകളിലേക്ക് പോവുകയാണെങ്കിൽ ശരിയാണ്. എല്ലാ റെക്ടാംഗിൾസും പാരലോഗ്രാം ആണ്. എല്ലാ പാരലോഗ്രാംസും റെക്ടാംഗിൾസ് ആണോ? അല്ല. എല്ലാ പാരലോഗ്രാംസും റെക്ടാംഗിൾസ് ആണോ? അല്ല. അതായത് മുകളിലേക്ക് പോകുമ്പം ശരിയാണ്, താഴേക്ക് വരാൻ പറ്റില്ല. എല്ലാ പാരലോഗ്രാംസും റെക്ടാംഗിൾസ് ആണോ? അല്ല. എല്ലാ റെക്ടാംഗിൾസും സ്ക്വയർ ആണോ? അല്ല. പക്ഷെ എല്ലാ സ്ക്വയേഴ്സും റെക്ടാംഗിൾസ് ആണ്. എല്ലാ സ്ക്വയേഴ്സും റെക്ടാംഗിൾസ് ആണ്. തിരിച്ചു പോവാം, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. റെഡി? ഇനി നിങ്ങളൊന്ന് നോക്കുക, പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും മിസ് പറഞ്ഞോ? ഇനി ഏതെങ്കിലും മിസ് വിട്ടുപോയിട്ടുണ്ടോ നോക്കുക. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ് അല്ലേ? അപ്പോൾ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾക്കത്
ചെറിയ കൺഫ്യൂഷൻ വരുത്തുന്നുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് മിസ് ഇതൊരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ടോ കാര്യങ്ങളോ വരുവാണെങ്കിൽ മക്കളെ ഒട്ടും മടിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് മിസ് വരുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ബൈ എവ്രി വൺ.